ഓക്കെ ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. സ്പാം ചെയ്തായിരിക്കും. എനിക്ക് പാരഷൂട്ടൊക്കെ വർക്കിംഗ് ആണല്ലോ, അതാണ്ടേ. എനിക്കൊരു കുഴപ്പമില്ല. എത്ര എണ്ണം കത്ത് വന്നേക്കുന്നതെന്ന് നോക്കട്ടെ. വാട്ട് എ വണ്ടർഫുൾ. എടാ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നുകൂടെ നിനക്കൊക്കെ പാരഷൂട്ടിൽ നിന്ന് പാരഷൂട്ട് ഓപ്പൺ ആക്കാൻ? അല്ലല്ല ഗ്ലൈഡ് ഇല്ല, മറ്റേ നിലത്ത് വീഴുന്ന ഇങ്ങോട്ടാ വരുന്നത്. മീൻസ് എയറിൽ ഇങ്ങനെ മറ്റേ പറക്കുന്ന ഇങ്ങോട്ട് വരുന്നില്ല. ഓക്കെ, ഏതൊക്കെ ഗ്യാങ് എവിടെ, നിങ്ങളുടെ ടീം എവിടെ ഉള്ളത്? പിന്നെ അറ്റ് എ ടൈം ഓരോരോ ഗ്യാങ് ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, മെയിൻ ഗാരേജ് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാന്ന് തോന്നുന്നു. ഓക്കെ, നല്ലൊരു ഫയറിംഗ്. UK വേഴ്സസ് CM ജെയ്സൺ ഫയറിംഗ് വരുന്നുണ്ട്. UK കാർ ഇപ്പുറത്തൊരു മാർക്ക് കുത്തുന്നുണ്ട്. ജെയ്സനോട് ഒറ്റയ്ക്കായി പോയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ജെയ്സൺ ഇപ്പൊ ഡൗൺ ആവാൻ തോന്നുന്നു. ജെയ്സൺ നല്ലൊരു ടാഗ് വരുന്നുണ്ട്. UK കാർ വളർന്നിട്ടുണ്ട് ജെയ്സനെ. ജെയ്സൺ ഇവിടെ നിര്യാതനാവാൻ വളരെയധികം പ്രോബിലിറ്റി കൂടുതൽ. പക്ഷെ ചാവുന്നതിന് മുന്നേ ഒരു പിക്ക് ഇല്ല. UK ASW ആ പിക്ക് എടുത്തിരിക്കുകയാണ്. UK പിള്ളേരെല്ലാവരും ആ പിക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ എത്ര വണ്ടി അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും നമുക്ക് കണ്ടു അറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഓജിക്കാർ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് നടന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. സോ കില്ല് വേണമെങ്കിൽ നിങ്ങൾ ഫൈറ്റ് എടുക്കണം എന്ന് അവർ പറയുമ്പോൾ പറയില്ല നമുക്ക്. ഓക്കെ, UK കാരെ സ്പോട്ട് ചെയ്തു. അവരൊരു ഫൈറ്റിന് നിൽക്കുന്നില്ല. എനിക്കൊന്ന് അടുത്തൊരു സോൺ വന്നിട്ടുണ്ടാവാം. അടുത്തൊരു സോണ് വരാൻ ടൈം ആയിട്ടുണ്ട്. വന്നിട്ടില്ല, വരാൻ ടൈം ആയിട്ടുണ്ട്. OG ആ ഒരു ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ UK ആ ഒരു ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുമോ അറിയില്ല. UK ആ ഒരു വണ്ടിയായിട്ട് പോവുകയാണ്. ഓക്കെ, OG ജസ്റ്റ് അവരുടെ ബാക്കിൽ പോകുന്നുണ്ട്. ഒരു ഫൈറ്റ് ആയിട്ടൊന്നും നമുക്ക് കാണാനില്ല. പക്ഷെ നമ്മൾ CM വരെ നോക്കണം. ഇവിടുന്ന് ആ ഒരു ഏരിയ CM ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ രണ്ടുപേര് നിൽപ്പുണ്ടല്ലോ. ഇവിടെ രണ്ടുപേര് നിൽക്കുന്നത് ഇവിടെ ആണോ? ഇല്ല, അഡ്മിൻസ് ആണല്ലോ. മൈൻഡ്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ കറന്റ് നമ്മുടെ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? TRക്കാരെല്ലാവരും ഇവിടെ ഉള്ളത്. ഇവിടെ ആരും ഫയർ ചെയ്യുന്നുണ്ടോ? ആരെല്ലാം ഉണ്ട് ഇവിടെ? ആരും ഇല്ലല്ലോ. ആരാ വരുന്നത്? ഫൈറ്റ് തുടങ്ങിയോ? ഓ, SMGക്കാർ ഓൾറെഡി ബൈ ഫുഡിലാണ് കളിക്കുന്നത്. അവര് UKയുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ SMG ഒരു പ്ലെയർ കുറവാണ് കളിക്കുന്നത്. കാരണം UKയുടെ 3 വണ്ടി ഇവിടെ ആണ്. പക്ഷേ 2 വണ്ടി മേളിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. SMG ഒരു 3 പ്ലേയേഴ്സ് ഉള്ള UKയുടെ ഒരു വണ്ടി മാത്രം കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടികൾ വരുന്നുണ്ടോ? ഓക്കെ, SMGക്കാര് ഫൈറ്റ് എടുക്കുന്നുണ്ട്. യെസ്, SMG വേഴ്സസ് UK. ഇവിടെ പ്ലേയേഴ്സ് വട്ടം നിർത്തിയിട്ടുണ്ട്. UKയിലെ ഓക്കെ, UK 2 പേര് ഡൗൺ ആക്കിയിട്ടുണ്ട്. SMG അതേപോലെ തന്നെ UK വീണ്ടും ഇവിടുന്ന് ഓക്കെ, ഇവിടെ എല്ലാവരും വളഞ്ഞുള്ള അടിയാണല്ലോ. UK ആഷ് ബൈദേവേനെ അവരാരും സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. UK ബീസ്റ്റി അവിടെ ഉണ്ട്. മിനാട്ടോ ഇവിടെ ഉണ്ട്. UK ബാറ്റ്മാൻ ഇവിടെ ഉണ്ട്. UK ആഷ് BTW SMG റമോസൻ എടുത്തു. ആഷ് BTW ഈ ഒരു ഏരിയയിലല്ലോ ഓടിയേ. കേറിയ സമയത്ത് കുഞ്ഞ് ഉരുണ്ട് വീണാണോ? ഓക്കെ, ഓക്കെ UKയുടെ 2 പ്ലേയേഴ്സ് ഉണ്ട്. ഈ ഫൈറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അവന്റെ ഐഡിയ എത്ര നോക്കി? ഓ, ചന്ദ്രു കിർലോസിനെയും ഡൗൺ ആക്കി. 109 അല്ലേ? ഇപ്പൊ ഫൈറ്റ് നടക്കും. ഇത് കഴിഞ്ഞ് റാഗിയാന്ന് പറ. ത്രീ വി 1 ആണ് ഇപ്പൊ കറന്റ് നടക്കുന്നത്. ചന്ദ്രു ഒറ്റയ്ക്ക് 3 SMG പ്ലേയേഴ്സ് ആണ് ചന്ദ്രനെ അടിക്കുന്നത്. ചന്ദ്രു ഡൗൺ. 109 അല്ലേ? ഓക്കെ, ഓൾറെഡി ഇതായിട്ടുണ്ട്. അതേപോലെ തന്നെ OG TRA UK SMG CM 7 ഗ്യാങ്ങുകൾ ഇപ്പോഴും സ്റ്റിൽ എലൈവ് ആണ്. സ്റ്റിൽ ഈ ഒരു ഗെയിമിൽ അവർ ഇപ്പോഴും മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു OG വേഴ്സസ് ടോക്കിയോ OG വേഴ്സസ് ടോക്കിയോ ഒരു പിറ്റിംഗ് നടക്കുന്നുണ്ട്. ടോക്കിയോ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. OG ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. ബട്ട് ടോക്കിയോ ഒരു ഫൈറ്റ് കമ്മിറ്റ് ചെയ്തില്ല. ടോക്കിയുടെ വണ്ടിയുടെ 4 ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെ പിടിക്കാൻ വേണമെങ്കിൽ പിടിക്കാം. ടോക്കിയോയുടെ ബാക്കപ്പ് നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടു അറിയേണ്ടിയിരിക്കുന്നു. ഇതാ നമ്മുടെ OGക്കാർ അവരെ ചേസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വേഗത്തിൽ ചേസ് ചെയ്യാം അത്രയും വേഗത്തിൽ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ടോക്കിയോ അവിടുന്ന് വണ്ടി ഓടിച്ച് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ പറയുക?
അന്നത്തെ YDS രക്ഷപ്പെടുത്തി എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു സോൺ ഔട്ടിലോട്ട് അവരെ ഓടിച്ചോണ്ട് പോയി രക്ഷപ്പെട്ടിരിക്കുകയാണ് ടോക്കിയോ. ഇപ്പൊ എല്ലാ പ്ലേയേഴ്സിനും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും സോണിനായിരിക്കും. ഇവിടെ ഒരു ടീം മാത്രമാണ് സോൺ ഔട്ടിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഏത് ടീമാണ് സോൺ ഔട്ടിൽ നിൽക്കുന്നത്? അവര് വണ്ടി ചേഞ്ച് ചെയ്യുകയാണെന്ന് തോന്നുന്നു. യെസ്, അവർ വണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോകാം. സോൺ ഡാമേജ് നമുക്ക് ഇട്ട് കൊടുക്കാം, സർപ്രൈസ് കൊടുക്കാം അവർക്ക്. ഓക്കെ, CID ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ടോ? ഓ, ഇവിടെ ടോക്കിയോ പുഷ് ചെയ്തു. ടോക്കിയുടെ 3 പ്ലേയേഴ്സ് ഇവിടെ പുഷ് ചെയ്യുന്നുണ്ട്. CID ലോങ്ങിന്ന് TR ഒക്കെ ഇറങ്ങി ഫയർ ചെയ്തിട്ടുണ്ട് ടോക്കിയോനെ. ടോക്കിയോ ആക്ച്വലി സാൻഡ്വിച്ച് ആയ ഒരു അവസ്ഥയാണ് ടോക്കിയോക്ക്. CID ഓക്കെ. ടോക്കിയോ ആശാൻ അവിടെ അടി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഡൗൺ. ടോക്കിയോ ആശാൻ ഡൗൺ ആയിരിക്കുകയാണ് ഗൈസ്. ടോക്കിയോ ആശാൻ ഡൗൺ ആയിരിക്കുകയാണ്. അവിടെ കിക്ക് അടിച്ചു കിട്ടോ. ഓക്കെ, എന്തായാലും ഇനി റബ്ബ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ടോക്കിയോ പാലക്കാടിൽ വരുമ്പോൾ ഇവിടെ സോൺ ഔട്ടിൽ ഹോൾഡ് ചെയ്യാണ് അടി കിട്ടാതെ. പക്ഷെ ആ ഒരു പുഷ് ടോക്കിയോ ചെയ്യാൻ നോക്കി. വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഇവിടെ 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 എന്താണ്? ഓ, ഇവിടെ ടോക്കിയുടെ വേറൊരു വണ്ടി താഴെ പോയൊരു വണ്ടി ഉണ്ട് കേട്ടോ. ടോക്കിയുടെ പാവങ്ങള് ബാക്കപ്പ് കൊടുക്കാൻ പറ്റിയില്ല. TR കറക്റ്റ് ടൈമിൽ വന്ന് ഫയർ ചെയ്തുകൊണ്ട് ഒരു ബാക്കപ്പ് കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. പ്രിൻസസ് ഈ ഒരു ഹൈറ്റ് പിടിച്ചിട്ടുണ്ട് കറന്റ്. ഇനി അടുത്ത സോൺ വരുമ്പോൾ കാത്തിരിക്കും ഇവിടെ ഇങ്ങനെ. നമ്മുടെ മിസ്റ്റേക്കാ. 12 മിനിറ്റ് ഇവിടെ ബാക്കിൽ നിന്ന് OGയുടെ വണ്ടി. ഓക്കെ, ടോക്കിയുടെ വണ്ടി ഇവിടെ വരുന്നുണ്ട്. OG ഇവിടെ ഇപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാലക്കാട് ഉറുമ്പിനെ പ്രിൻസസ് മേളിൽ ഫയർ ചെയ്യുന്നുണ്ട്. പാലക്കാട് ഉറുമ്പ് തിരിച്ച് ഫയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പാലക്കാട് ഉറുമ്പ് ഓപ്പണിൽ ഓടി. നല്ലൊരു ടാഗ് പാലക്കാട് ഉറുമ്പിന് കിട്ടുന്നുണ്ട്. ഓക്കെ, മേളിലോട്ട് ആള് വരുന്നുണ്ട്. CID BK റഷ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഒരാളില്ല, ചമ്മിപ്പോയി. പക്ഷെ ചാടിപ്പോയ ഒരു കോള് പ്രിൻസസ് കൊടുത്തില്ലെന്ന് തോന്നുന്നു. BK ചാടി വരുമോ ഫയർ ചെയ്യുമ്പോ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, പ്രിൻസസിന് നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. CD പാട്രിക് ജെയിംസ് ഇത്രയും വലിയൊരു ഫ്ലാങ്ക് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ? ഓക്കെ, CID ബാക്കി പ്ലേയേഴ്സ് പോയി. അപ്പൊ ടോക്കിയുടെ പ്ലേയേഴ്സ് ഇങ്ങോട്ട് എത്തി. CID ഇവിടുന്ന് ബാക്ക് ഓഫ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. CID ഒരു ഏരിയയിൽ ബാക്ക് ഓഫ് ചെയ്യുകയാണ്. ഓൾറെഡി ഇവിടെ നമ്മുടെ OGയുടെ വണ്ടികൾ വന്ന് വളർന്നിട്ടുണ്ട്. സോ OGയുടെ പ്ലേയേഴ്സ് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. CID ക്രോസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫയറിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, CID ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേപോലെ ടോക്കിയോ അവരെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇത് മൊത്തത്തിലൊരു സാൻഡ്വിച്ച് പരിപാടിയാണല്ലോ. എല്ലായിടത്തും ആളാണല്ലോ. SMG 5 ലൈവ്, 5 പേര് ലൈവ്. 5 or 4 പറയണു. ഇപ്പൊ ഇവിടെ ഒരു ഗ്യാങ് ഇങ്ങനെ വന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാകരല്ലേ നോക്കി. ഡൊമൈൻ ഡൈനോ ഇത് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു. അതായത് മാറ്റിയിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പാക്കി കൊടുക്കാം. ഡാമേജ് ഇട്ട് കൊടുക്കണ്ടേ? ഡാമേജ്, സോൺ ഡാമേജ്. സോൺ ഡാമേജ്
KTM അത് സ്പോട്ട് ചെയ്യുന്നില്ലേ? KTM അത് സ്പോട്ട് ചെയ്തു. TCA സ്പോട്ട് ചെയ്തു തോന്നുന്നു. ഫയർ ചെയ്തോ? ഇല്ല, ഫയർ ചെയ്തില്ല. ഓക്കെ ഫയറിങ് കൊടുത്തു. പടക്ക ശിവാക്ക് നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. പ്രിൻസസ് ഓപ്പണിൽ ഓടുന്നുണ്ട്. പ്രിൻസസിന് നല്ലൊരു ടാഗ്. ഓക്കെ, ഓജി ഈ ഒരു ഏരിയയിലോട്ട് മാറിയിട്ടുണ്ട്. ഓജി SMG ഇപ്പോഴും ആ ഒരു സേഫായിട്ടുള്ള സൈഡിലാണ് കളിക്കുന്നത്. സോൺ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. യെസ്, പുതിയൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. ആ റേസിംഗ് കോഴ്സിൻ്റെ ഇടയ്ക്കിലോട്ടാണ് സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ TRA ഈ ഒരു സൈഡിൽ നിന്ന് കയറുമെന്ന് തോന്നുന്നു. യെസ്, TRA ഓൾറെഡി ഈ ഒരു സൈഡിൽ അവർ എത്തിയിട്ടുണ്ട്. TRA എപ്പോൾ വേണമെങ്കിലും KTMൻ്റെ ആ ഒരു സൈഡ് എടുക്കാനുള്ള അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. CID ഈ ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്യാൻ ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട്. CID OG ഇവിടെ എത്തിയിട്ടുണ്ട്. ടോക്കിയോ ഇവിടെ എത്തിയിട്ടുണ്ട്. ടോക്കിയോ, പാലക്കാട് ടൂർണമെന്റ്, മെസ്സി, മാക്സ്വൽ 3 പേർ ഈ ഒരു സൈഡ് ഓടി എത്തിയിട്ടുണ്ട്. ഓക്കെ, ശിവ ഡൗൺ. ശിവ ഒറ്റയ്ക്ക് അവിടെ പെട്ടുപോയിട്ടുണ്ട് ടോക്കിയോയുടെ 3 പേരുടെ ഫ്രണ്ടിൽ. അതെ, ഓക്കെ, ഓട്ടർബായി. KTM ഫയർ ചെയ്യുന്നില്ല. മേ ബി ആ ഒരു ആംഗിൾ ഇല്ലെന്ന് തോന്നുന്നു അവർക്ക്. ഓക്കെ, ഈ ഒരു ആംഗിളിൽ നിന്ന് വിസിബിൾ സ്പോട്ട് ചെയ്തു. അത് ഒരു വിഷയം. IQ സ്ട്രാറ്റജിക് മൂവ് ആയി പോയി. ടോക്കിയോയുടെ ഒരു പ്ലെയറും കൂടെ അങ്ങനെ നിര്യാതനായിരിക്കുകയാണ്. അത് നൈസ് ഒരു പിക്കായിരുന്നു KTMൻ്റെ സൈഡിൽ നിന്ന്. നൈസ് ഒരു പിക്ക് അവർക്ക് എടുക്കാൻ സാധിച്ചു. പ്രിൻസസിനെ അവർ സ്പോട്ട് ചെയ്തിട്ട് നല്ലൊരു ഫയറിംഗ് വരുന്നത്. CIDയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് മേളിലൊക്കെയാണ്. ഓക്കെ, ഓജിക്കാർ ഈ ഒരു സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഓജി ഈ ഒരു ആംഗിളിലോട്ട് എത്തിയിരിക്കുകയാണ്. CA, മാക്സ്വൽ, അതുപോലെ പാലക്കാട് ഇടുമ്പോൾ അവിടെ ലോക്കിനായെന്ന് തോന്നുന്നു. പ്രിൻസസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രയലാണ്. പ്രിൻസസ് അവിടെ നിന്ന് മൂവ് ഓൺ ആയി. ഓക്കെ, CID പ്രിൻസസ് അവിടെ നിന്ന് ഓടുകയാണ്. പാലക്കാട് മുമ്പ് കയറി ഒരു 1v1 കാണാൻ സാധിക്കുമോ? യെസ്, ഒരു 1v1 പ്രിൻസസ് വേഴ്സസ് പാലക്കാട് ഉറുമ്പ്. ഒരു 1v1 വരുന്നുണ്ട്. ഒരു 1v1 ഫൈറ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. പ്രിൻസസ് പാലക്കാട് ഉറുമ്പിനെ പിക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പാലക്കാട് ഉറുമ്പ് ഡൗൺ ആയിരിക്കുകയാണ് ഗൈസ്. CID ഗെറ്റ്സ് അനദർ പിക്ക്. ടോക്കിയോ, മാക്സ്വൽ കഥയൊക്കെ പറഞ്ഞ് അകത്തിരിക്കുകയാണല്ലേ. ഓക്കെ, സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. CID എല്ലാം ഔട്ട്സൈഡ് ദ സോൺ ആയിരിക്കുകയാണ്. അവരെല്ലാം സോണിലോട്ട് വരണം. ഓക്കെ, TRA ഇവിടുന്ന് ഒരു പുഷ്. KTM TRA ഇവിടെ കുത്തിയിട്ടുണ്ട്. KTMൻ്റെ പ്ലേയേഴ്സ് എല്ലാം ആ ഒരു ആംഗിളാണ് ഹോൾഡ് ചെയ്യുന്നത്. TRയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഒരു സോൺ എഡ്ജിലോട്ട് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. അവർ ഒരു അഗ്രസീവ് പുഷ് കാണിക്കുന്നില്ല. ഓ മൈ ഗോഡ്, TRA OGയുടെ ഇടയ്ക്കിലോട്ടാണ് വന്നിപ്പെട്ടിരിക്കുന്നത്. TRA അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവുകയാണ്. യെസ്, അവർ ഓടിച്ച് അകത്തോട്ട് കയറ്റി. TRA വണ്ടി ഓടിച്ച് അകത്തോട്ട് കയറ്റി. ഓക്കെ, ഇതുവഴി കയറാൻ വേണ്ടി KTMൻ്റെ ഒരു വണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. SMGയുടെ സ്പോട്ട് ചെയ്തുകൊണ്ട് എല്ലായിടത്തും ആളാണ്. ഇത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ എല്ലാവരും പെട്ടോണ്ടിരിക്കുകയാണ്. OGയുടെ കയ്യിൽ നിന്ന് ഓടിക്കേറി എത്തിയത് TR എടുക്കലോട്ട്. SMGയുടെ കയ്യിൽ നിന്ന് KTM ഓടി എത്തിയത് TR എടുക്കലോട്ട്. ഇത് എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, മാച്ച് കുറച്ചും കൂടെ ടൈറ്റ് ആയി. ഇനി കുറച്ചും കൂടെ നല്ല ക്ലോസ് ഫൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. KTM ഈ ഒരു ആംഗിൾ, ഈ ഒരു ബാക്ക് ആംഗിളിലോട്ടാണ് എത്തിയിരിക്കുന്നത്. SMG അവിടെ നിന്ന് കയറാൻ കുറെ ശ്രമിക്കുന്നുണ്ട്. SMG മിക്കവാറും വണ്ടി കളഞ്ഞിട്ട് കയറേണ്ടി വരുമെന്ന് തോന്നുന്നു. TRA വണ്ടി ഓടിച്ച് ഈ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് വീണ്ടും SMG KTMൻ്റെ നടുക്കൂടെ ഓടിക്കേണ്ടി വരുവാണെന്ന് തോന്നുന്നു അവർക്ക്. CID ഈ ഒരു ആംഗിൾ കയറി വന്നിട്ടുണ്ട്. CIDക്ക് ഒരു പ്ലെയറിനെയാണ് നഷ്ടമായിരിക്കുന്നത്. CID 4 പ്ലെയേഴ്സ് എലൈവാണ്. ടോക്കിയോ നോക്കുകയാണെങ്കിൽ മാക്സ്വൽ മാത്രം ആ സോണിൽ സേഫ് ആയിട്ടുണ്ട്. OG ഇവിടെ മൊത്തത്തിലുണ്ട്. SMG ഈ ഒരു ആംഗിളിൽ SMG എത്തിയിട്ടുണ്ട്. KTMൻ്റെ 3 പ്ലേയേഴ്സ് നമുക്ക് ഇവിടെ കാണാം. SMGയുടെ 4 പ്ലേയേഴ്സാണ് എലൈവായിട്ടുള്ളത്. TRA ആണെന്ന് തോന്നുന്നു ഒരു സ്ട്രെങ്ത് വൈസ് അത്യാവശ്യം നല്ല ആൾക്കാരുള്ളത്. ആക്ച്വലി 5, 3, 8, 2, 10. TRA ഫുൾ സ്കോഡ് ഉണ്ട്. ആക്ച്വലി TRയുടെ 10 പേര് എലൈവാണ് ഗൈസ്. പക്ഷേ TRയ്ക്ക് അറിയില്ല ബാക്കി എത്ര പേര് എലൈവ് ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും അവരൊരു ഫുൾ കമ്മിറ്റ് അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ OG ഇവിടുന്ന് ബൈ ഫൂട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. KTMലെ പ്ലേയേഴ്സ് അത് സ്പോട്ട് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ നിര്യാതനാവാൻ ചാൻസ് ഉണ്ട്. TRയുടെ പ്ലേയേഴ്സ് ഇത് സ്പോട്ട് ചെയ്ത് OGനെ നല്ലപോലെ ടാഗ് കൊടുക്കാൻ സാധിക്കും. KTMന് ഭയങ്കര ആയുസ് കേട്ടോ. OG KTMന് അടിക്കാൻ വന്നപ്പോൾ TRA OGക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. OGക്കാര് ഫോൾ ബാക്ക് ചെയ്യുന്നുണ്ട്. KTM അഗെയിൻ ഓക്കെ, KTMൻ്റെ ഒരു വണ്ടി അകത്ത് പെട്ടിട്ടുണ്ട്. അത് വെളിയിറങ്ങണമെന്ന് തോന്നുന്നില്ല. വണ്ടി ഉപേക്ഷിച്ചു.
SMG ഇവിടുന്ന് മൂവ് ഓൺ ആയി. SMG അവിടുന്ന് മൂവ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. SMG എല്ലാവരും ഒരു സോണിന്റെ എഡ്ജാണ് ഇപ്പോൾ കറന്റ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇത് 7ാമത്തെ സോണാണ്. ഒക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടേ. 7ാമത്തെ സോണാണെങ്കിൽ ഇനി ചെറുതാകത്തില്ല ഇത്. ഓക്കെ, ടീം എടുത്ത് ഇപ്പോൾ ഓക്കെ. OG വേഴ്സസ് ടോക്കിയോ മാക്സ്വെലിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ടോക്കിയോ മാക്സ്വെൽ ഡൗൺ. CID ഫയർ ചെയ്യുന്നുണ്ട്. OGക്കാരെ CIDനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചാൻസ് ഉണ്ട്. ഇനി ഒരു കൂട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോൺ ഔട്ട് റൊട്ടേഷൻ. ഓജിക്കാർ CIDനെ പുഷ് ചെയ്യുന്നുണ്ട്. CID അവിടുന്ന് ബൈഫൂട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, നല്ലൊരു ഫൈറ്റിംഗ് ഇവിടെ, ഫയറിംഗ് ഇവിടെ വരുന്നുണ്ട്. CIDക്ക് പടക്കശിവ നല്ല ടാഗ് വരുന്നുണ്ട്. OG അവിടുന്ന് ബൈഫൂട്ട് ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ്. SMG ഈ ഒരു ആംഗിളാണ് ഹോൾഡ് ചെയ്യുന്നത്. KTM ഇവിടെ ഉണ്ട്. TRA ആണെങ്കിൽ അപ്പുറത്താണ്. എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എടുക്കാം, പക്ഷേ കുറച്ച് ഡാമേജ് തിന്നണമെന്നേ ഉള്ളൂ. ഓക്കെ, SMGക്കാർ ആ ഒരു ഇത് റൊട്ടേഷൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TRAയുടെ നല്ലൊരു ഫയറിംഗ് കൊടുക്കുന്നുണ്ട്. TRA അവിടെ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല. അവര് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഫുൾ സ്ക്വാഡ് 4 പേരുള്ള SMGയിലെ പ്ലേയേഴ്സിനെ പേടിച്ചാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർക്ക് പ്ലെയർ കൗണ്ട് അറിയുന്നില്ലെന്ന് തോന്നുന്നു ഇവിടെ എത്ര പേരുണ്ടെന്നുള്ളത്. ആ ഒരു സോണിൽ അവർ വണ്ടി തലങ്ങും വിലങ്ങും ഓടിച്ച് ഏതൊക്കെയോ ദിശയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, TRAയുടെ വലിയൊരു അഡ്വാൻറ്റേജ് അവിടെ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. ആ ഒരു സ്പോട്ട് പിടിക്കാൻ കരുതിയിട്ടാണ് TRA വന്നത്. SMGയുടെ ആ ഒരു പൊസിഷനിങ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവർ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് കളിച്ചത്. നൈസ് വെൽ അത് അടിപൊളി ഒരു പൊസിഷനിങ് ആയിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പടേന്നും പറഞ്ഞിട്ടായിരുന്നു അവരുടെ പൊസിഷൻ ചെയ്തത്. ഓക്കെ, TRAനെ അവിടെ അവർ സോണിലോട്ട് അടുപ്പിക്കുന്നില്ല. അവർ ഫയർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, OGക്കാർ ഇവിടുന്ന് ചാടിയിട്ടുണ്ട്. SMG അത് അറിഞ്ഞിട്ടില്ല. OG ആരും ചാവുന്നില്ല ചാടിയിട്ട്. ചില ബഗ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ. റീഫ്രഷ് സ്കിൻ. ഓക്കെ, TRA ഓടിയെത്തിയത് OGയുടെ അണ്ണാക്കിലോട്ട്. ഓക്കെ, വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി. TRA സ്നീക്കി 4 പ്ലേയേഴ്സ്. ഒരാള് നിര്യാതനായിരിക്കുന്നു വെള്ളത്തിൽ തന്നെ. ഒരാള് കരയിലോട്ട് ഓടാൻ കയറി നിര്യാതനായി. 2 പേരും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട് OGയുടെ സൈഡിൽ നിന്ന്, അല്ല TRAയുടെ സൈഡിൽ നിന്ന്. OGക്ക് ആക്ച്വലി 2 നില പോക്ക് സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട് പിള്ളേരെ. ഓക്കെ, CID മേളിലോട്ട് വന്ന് നല്ലൊരു ഫയറിംഗ് ഇവിടെ കൊടുക്കുന്നുണ്ട്. KTMലെ ആൾക്കാർ ഓക്കെ അവര് വന്ന് പെട്ടു. KTMലെ ഇവിടെ എല്ലായിടത്തും ആളാണല്ലോ ദൈവമേ. സോൺ ഔട്ട് ആണല്ലോ അടി മൊത്തം. അകത്തോട്ട് കയറിക്കാം. ഓക്കെ, കറന്റ് ഇതാണ് അവസ്ഥ. SMG ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വണ്ടിയിട്ട് അവർ നല്ല ഒരു പൊച്ചെടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദഗറ്റോ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. OGക്കാർ കയറി വരുന്നുണ്ട്. CID മേളിലുണ്ട്. ഓക്കെ, നല്ലൊരു ഫയറിങ് എല്ലാവർക്കും വരുന്നുണ്ട്. ഇതിപ്പം മൊത്തത്തിൽ അടിയാന്നല്ലോ ഇത്. OG ബ്രോക്കൺ കയറി. OG ബ്രോക്കൺ നല്ല ഫയറിങ്. OG ബ്രോക്കൺ ഡൗൺ. CID പ്രിൻസസിന് നല്ല ഫയറിങ് വരുന്നുണ്ട്. പടക്കശിവ ഡൗൺ. OG അസുരൻ SMGയിലെ ഒരു പ്ലെയറിന്റെ എടുക്കലായിട്ട് ഓടിക്കയറിയിട്ടുണ്ട്. ഇവിടെ 1v1 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അസുരൻ ഓടിക്കയറിയത് OGയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ എടുക്കലോട്ടാണ്. CID പാട്രിക് ബാക്കിലോട്ട് ഓടുന്നു. CID BK ഇവിടെ മേളിലുണ്ട്. KTMലെ പ്ലേയേഴ്സ് അവിടെ സ്ലോയിലായിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, സോണിൽ നിന്ന് അവർ ഫയർ ചെയ്യുന്നുണ്ട് OGക്കാരെ. നല്ലൊരു സാൻഡ്വിച്ച് ആയിട്ടിരിക്കും കേട്ടോ OG. SMG 3 പ്ലേയേഴ്സ് ഓടി കയറി. SMG 1 2 3 4 5 പേരുണ്ടായിരുന്നല്ലേ SMG. നെവർ മൈൻഡ്, മൈ ബാഡ്. ഓക്കെ, OGയുടെ KTMലൊരു പ്ലെയർ ഡൗൺ ആയി. OGയുടെ 2 പ്ലേയേഴ്സ് 3 പ്ലേയേഴ്സ് 4 പ്ലേയേഴ്സ് അല്ലേ ഉള്ളതായിട്ടുള്ളൂ. OGയിലെ ഇവിടെ എല്ലാം മരമായതുകൊണ്ട് ഓക്കെ കുറച്ച് കാണാൻ വെച്ച് പാടുണ്ട്. ഓക്കെ, KTMലെ പ്ലെയർ ഇപ്പോഴും അവിടെ ബാക്കിൽ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. അവർ ആരും സ്പോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, റുഫു ഡൗൺ ആയിട്ടുണ്ട്. ഡേവിഡിന് നല്ലൊരു ഫയറിംഗ് വരുന്നുണ്ട്. മാൽബ്രോ OGനെ ഫയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, KTM തിനിസ് കൊടുക്കാനും നല്ലൊരു ഫയറിംഗ് വരുന്നുണ്ട്. OG ഡൗൺ. SMG, CID ആൻഡ് KTM ആണ് 3 ഗ്യാങ്. ലാസ്റ്റ് കറന്റ് ഇലവായിട്ടുള്ള 3 ഗ്യാങ് KTM, SMG ആൻഡ് CID ആണ്. അല്ല, TRA ഉണ്ട് ഇവിടെ. TRA ഉണ്ട്. TRAക്കാര് ഇപ്പോഴാണ് സോണിലോട്ട് വരുന്നത്. നിങ്ങൾ അടിക്കൂ, ഞങ്ങൾ പുറകിന് കയറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് TRA അവിടെ ഹോൾഡ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, KTM മാൽബ്രോ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, KTM അങ്ങനെ വൈപ്പായിരിക്കുകയാണ് ഗൈസ്. കറന്റ് CID, SMG ആൻഡ് TRA ആണ് ലാസ്റ്റ് 3 സ്റ്റാൻഡിങ്
ഗ്യാങ്ങുകൾ, SMG യുടെ 2 പ്ലേയേഴ്സ്, CAD യുടെ 2 പ്ലേയേഴ്സ്, TRA യുടെ TRA ആക്ച്വലി 6 പ്ലേയേഴ്സ് ഉണ്ട്. SMG 3 പ്ലേയേഴ്സ് ലൈവാണ് കേസ്. SMG 3 പ്ലേയേഴ്സ്, TRA 6 പ്ലേയേഴ്സ്. ഇവരെല്ലാം എന്ത് പോച്ച കളിക്കുന്നേ? ഇത് ലാസ്റ്റ് സോണാ, അത് പറഞ്ഞു വിടാ ആർക്കേലും. TRA പൂച്ച സ്പോട്ട്. ഓക്കെ TRA ഓക്കെ TRA പ്ലേയേഴ്സ് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. SMGക്ക് ജുഗ്രുവിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. CAD പാട്രിക് ജെയിംസ് കയറി വരുന്നുണ്ട്, BK കയറി വെക്കുന്നുണ്ട്. അപ്പോൾ ഗെറ്റോ അത് കണ്ടു ഫയർ ചെയ്യുന്നില്ല. ഓക്കെ ഫെറിസയ്ക്ക് ബാക്കിൽ നല്ലൊരു ടാഗ് കിട്ടി CAD യുടെ വക. ജുഗ്രു ഡൗൺ, ജുഗ്രു ഇവിടെ എലൈവാണ്, ഗെറ്റോ എലൈവാണ്. TRA ഇപ്പുറത്തൊന്ന് ബില്ലി കയറി വരുന്നു. ഓക്കെ നൈസ്, ജുഗ്രു ഡൗൺ, ഗെറ്റോ 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 ഗെറ്റോ. ഓക്കെ ഗെറ്റോ ഡൗൺ. SMG ഫിനിഷസ് ദ തേർഡ് ആൻഡ് CAD ആൻഡ് TRA ആണ് ലാസ്റ്റ് 2 എലൈവ് 2 റിമൈനിങ് ടീംസ്. ഓക്കെ TRA ഒരു പ്ലെയറിനെ പിക്ക് ചെയ്തു, അപ്പുറത്തുനിന്ന് ഫയറിംഗ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ CAD പാട്രിക് ലാസ്റ്റ് മാൻ അല്ല, ലാസ്റ്റ് മാൻ അല്ല, CAD യുടെ ലാസ്റ്റ് മാൻ. ഓക്കെ എൻ്റെ ഓക്കെ